ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടും വളരെ ക്രിസ്പി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ തട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. പച്ചരിപ്പൊടി, അതായത് വറുത്ത പച്ചരിപ്പൊടിയാണ് വേണ്ടത്. നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന പച്ചരിപ്പൊടിയിലും എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന പച്ചരിപ്പൊടിയും എടുക്കാം. 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു പീസ് അളവിൽ ഇഞ്ചിയും, കൂടെ തന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. ഒരല്പം മാത്രം മതിയാവും, കാരണം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള അടുത്ത കാര്യമാണ് ചെറുപയർ പരിപ്പും കൂടി. നമ്മൾ പരിപ്പ് കറിയൊക്കെ വെക്കാൻ വേണ്ടി എടുക്കില്ലേ, പച്ചപ്പയറിൻ്റെ പരിപ്പ്, അത് തന്നെയാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തെടുത്ത ചെറുപയർ പരിപ്പാണ് കേട്ടോ. അങ്ങനെ ചേർക്കരുത്, വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അല്ല, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർക്കാം. ഒരുപാടാകണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബട്ടറിന് പകരം നമുക്ക് സാധാരണ എണ്ണ എടുക്കാവുന്നതാണ്, അതായത് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ വന്നിട്ട് ഒരല്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർക്കാം. അപ്പോൾ അതും കൂടി ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വളരെ കുറച്ച് മാത്രം ഉപ്പ് മതിയാകും. ഉപ്പ് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഈ മാവും അതുപോലെ തന്നെ ഈ ബട്ടറും ബാക്കിയുള്ള മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്നത് പോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ വെള്ളം കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ബോൾസായിട്ട് നമ്മളൊന്ന് തയ്യാറാക്കി എടുക്കണം. നമുക്ക് എത്രത്തോളം വലിയ തട്ട വേണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബോൾസും വലുതാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കുട്ടി ബോൾസാക്കിയിട്ടൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക്. എന്നിട്ട് കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് പേപ്പർ ഉണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തിയെടുക്കില്ലേ, അതുപോലെ നമുക്ക് എന്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പകരം നമുക്ക് ഗ്ലാസ് പേപ്പറിലും പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലത്തുള്ളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള വട്ടപാത്രം വേണം. അതായത് എന്താണെങ്കിലും ബൗളാണെന്നുണ്ടെങ്കിലും ചെറിയ കപ്പാണെന്നുണ്ടെങ്കിലും എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടിരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഇതിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ, ആ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ഗ്ലാസ് പേപ്പർ എന്തെങ്കിലും ഒന്ന് അതിന് മുകളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു അല്പം എണ്ണ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഓരോ ബോൾസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് പ്രസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. നന്നായിട്ട് ഇരുത്തി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ലതുപോലെ വീതിക്ക് അങ്ങനെ ഒരുപാട് വലിയ വട്ടത്തിനായിപ്പോൾ അങ്ങനെ അത്രയും വലിയ വട്ടം നമുക്ക് ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും എല്ലാം കുട്ടി ബോൾസാക്കിയിട്ട് എടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കാം.
ഞാനിപ്പോൾ ദാ ഇതുപോലെ കുറച്ചൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉടനെ നമ്മൾ പരത്തി വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടി നിൽക്കണ്ട. എങ്കിൽ പിന്നെ ചിലപ്പോൾ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതങ്ങ് ഒടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഉടൻ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്തൊന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെക്കൂടി നമ്മളിതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം പിന്നീട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നിൽക്കരുത്. എങ്കിൽ പിന്നെ ഇതിൻ്റെ പുറം ഭാഗം മാത്രം കളർ മാറിപ്പോകും, അകം വേകാതെ കിട്ടും. അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ മൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ചിലിചിലാന്നുള്ള സൗണ്ട് എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് വളരെ രുചികരമായിട്ടാണ് കേട്ടോ, വളരെ ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് മുരുമുരാന്നുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊപ്പമാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു തട്ടയാണ്. പിന്നെ ഇതിന് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെക്കലു എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.